അരുൺ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് എല്ലാവരും സംശയം ചോദിക്കുന്നതാണ്. ഈ പറയുന്ന റീജിയണൽ ടൗൺ എന്താണ്, അവിടേക്ക് വരാൻ പറ്റുമോ, അവിടെ പാമ്പുണ്ടോ, അല്ലെങ്കിൽ അവിടെ നമുക്കുള്ള ഷോപ്പുകളുണ്ടോ, അവിടുത്തെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, കുറേ പേർക്കുള്ള ഡൗട്ടുകളാണ്. അപ്പം ഞങ്ങൾ നിൽക്കുന്നത് പോട്ട്പുഴി റീജിയണൽ ടൗൺ ആണ്. അപ്പം അതിൻ്റെ ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ മൊത്തം കാണിക്കാൻ പോകുന്നത്. ദയവേത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോ മൊത്തം നമുക്ക് കാണാം. ഹലോ ഗൈസ്, ഇതാണ് പോട്ട്പുഴി GP+ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ഒരു സൈഡാണ്. അപ്പുറത്താണ് A&E ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇത് അതിൻ്റെ ചെറിയൊരു ഭാഗമാണ്. ഒരു സൈഡ് വൈസ് ആ റോഡ് നമ്മൾ പോകുമ്പോൾ കാണാം. ചെറിയ ചെറിയ ബിൽഡിങ്ങുകളാണ്. പണ്ടത്തെ പോലത്തെ ബിൽഡിങ്ങുകളാണെങ്കിലും ഇത് അത്ര പഴയ ബിൽഡിങ്ങുകളല്ല. നല്ല ഒരു അടിച്ചുപൊളി സ്ഥലമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഞാനിവിടെ 6 മാസം ആവാറായപ്പം. അങ്ങനെയാണ്. ഈ റോഡുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീഡിയോയിൽ അധികം ഭാഗങ്ങളൊന്നും കാണിക്കും. കുറച്ച് ഏകദേശം നമ്മൾ കവർ ചെയ്ത് പോകുന്ന ടൗൺ സെൻറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത് എന്ന് പറയുന്നത് പോട്ട്പുഴയിലെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു സൈഡാണ്. GP+. ഇവിടെയാണ് ക്ലിനിക്ക് റൂമുകളൊക്കെ ഉള്ളത്. ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഈ GP+ലാണ് ഉള്ളത്. ഇവിടെ മൾട്ടി ഡിസിപ്ലിനറി ടീമുകളാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഒരു പന പോലെയൊക്കെയുള്ള മരങ്ങളാണ്. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, പനയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ചെറിയ സൂപ്പർ സ്ഥലമാണ്. ചെറിയ സ്ഥലമാണെങ്കിൽ പോലും സൂപ്പറാണ്. ഇങ്ങനെ നമ്മൾ റൗണ്ട് അബൌട്ടിലൂടെ ഇങ്ങനെ പോവുകയാണ്. പോയിട്ട് ഇവിടെ റോഡ് വർക്കുകൾ നടക്കുന്നു. ഈ റോഡിൻ്റെ അപ്പുറത്താണ് ഇവിടെ ചെറിയൊരു കടലുണ്ട്. ചെറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീച്ച് സൈഡ്. അപ്പം അവിടെയൊക്കെ ഒരുപാട് പാർക്കുകളും ഈവനിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയ പാർക്കുകൾ, ഈ പിള്ളേർക്ക് കളിക്കുന്ന പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് നേരെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലത്ത്. 50 സ്പീഡിൽ നേരെ ഞങ്ങൾ വീണ്ടും ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് നേരെ ഇതാണ് ശരിക്കും ടൗണിലെ മെയിൻ റോഡ് എന്ന് പറയുന്നത്. ഈ റോഡ് ട്രാഫിക് സിസ്റ്റം ഉണ്ട്. കാണാൻ കുറേ ഫ്ലാഗ്സ്, കുറേ രാജ്യങ്ങൾ ഇവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ മെയിനായിട്ടുള്ള ഫ്ലാഗുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ട്രാഫിക് ഗ്രീനാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ലെഫ്റ്റിലോട്ട് തന്നെ തിരിഞ്ഞ് നേരെ പോകാം. നമുക്ക് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഒന്ന് ക്ലോസ് ആകട്ടെ. സൺഡേ ആയതുകൊണ്ട് അധികം പേരൊന്നും കാണുന്നില്ല. പള്ളിയിലൊക്കെ പോയി ഇരുന്നവരുണ്ട്. അവിടെ UK കഴിഞ്ഞ് പള്ളിയിൽ പോകുന്ന ആൾക്കാർ കൂടുതലാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങി എണീറ്റിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു 9 മണി കഴിഞ്ഞുള്ള സമയമാണ്. നേരെ പോവാണ് നമ്മൾ. ദയവേത് ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ, റീജിയണൽ ടൗണിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കമൻറ്റ് ബോക്സിൽ. നമുക്ക് ചെറിയൊരു പാർക്കാട്ടോ അത്. നമുക്ക് ഓടാനും എക്സസൈസ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ ഒരു ഫെസിലിറ്റീസ് ഉള്ളതാണ്. അവിടെ പാമ്പുകളൊക്കെ ഉണ്ടെന്ന് ഒരുപാട് പേര് ഞങ്ങളോട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയുള്ള സംശയമായിരുന്നു. ഒരുപാട് പേര് അവിടെ പാമ്പുണ്ട്, എക്സ്പെഷ്യലി റീജിയണൽ ഏരിയയിലൊന്നും പോകാൻ പറ്റില്ല എന്ന്. ഞങ്ങളുള്ള സ്ഥലമൊന്നും ഇവിടെ ഞങ്ങളൊന്നും പാമ്പിനൊന്നും കണ്ടിട്ടില്ല. എന്നോർത്ത് പാമ്പില്ലെന്നൊന്നും പറയുന്നില്ല. ഇവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല പാമ്പില്ല. ഇവിടെ ഞങ്ങൾ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ പാമ്പിനൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ഒരു സ്റ്റേഡിയമാണ്. നമ്മുടെ ഫൂട്ടിയൊക്കെ നടക്കുന്ന ഫുട്ബോൾ എന്ന് പറയുന്നത് ഇവിടെ സോക്കറാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. നമ്മുടെ അവിടുത്തെ ഫുട്ബോൾ അത് കൺഫ്യൂഷനാവും. ഫൂട്ടിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ. പിന്നെ ഇങ്ങനെ നമ്മൾ പോവുകയാണ്. നേരെ പോകുമ്പോൾ പോട്ട്പുഴി പബ്ലിക് ആയിട്ടുള്ളൊരു സ്കൂളാണ്. സ്കൂളിൻ്റെ ഒരു സൈഡാണ് അത്. ഗവൺമെൻറ് സ്കൂളാണ്. മൊത്തം 3-4 സ്കൂളുകളുണ്ട് കേട്ടോ. ഈ റീജിയണൽ ടൗണിൽ തന്നെ 3 ഗവൺമെൻറ് സ്കൂളുകളും 2-3-4 പ്രൈവറ്റ് സ്കൂളും ഉണ്ട്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ജോഹാൻ പഠിക്കുന്നത് ഒരു പ്രൈവറ്റ് കാത്തലിക് സ്കൂളിലാണ്. സെൻറ്റ് മാർക്സ് കോളേജ് എന്ന് പറയും. 25 ആണ് ഇവിടെ സ്പീഡ് കേട്ടോ. അതൊക്കെ പക്കയാണ്. ഇവിടുത്തെ ട്രാഫിക്കാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഒരു റഷും ഇല്ല, ആർക്കും ധൃതിയില്ല. എല്ലാവരും റൂൾസും കാര്യങ്ങളൊക്കെ പാലിച്ച് കൃത്യം ഉണ്ട്. എല്ലാം എത്രയുണ്ട് പേഷ്യൻ്റായിട്ട്. നമ്മളൊക്കെ കാണേണ്ട ഒരു വെട്ടിക്കലെടുത്തിട്ട് ഒറ്റ പോക്ക് പോയി കാണാം പുള്ളിയൊക്കെ. ഇതൊക്കെ എത്ര പേഷ്യൻ്റായിട്ട്. അവിടെ വളരെ എന്താ പറയുന്നത്, ആൾക്കാർക്ക് വളരെ നല്ല രീതിയിലുള്ളൊരു ഇതിവിടെയാണ്. ഇപ്പുറ സൈഡാണ്. നിങ്ങൾ ഇപ്പുറ സൈഡ് കാണുന്നത് നമുക്ക് ടെന്നീസ് കോർട്ടാട്ടോ. അവിടെ ഇഷ്ടംപോലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അത്രയുള്ളൊരു കൺട്രിയാണ്. സ്പോർട്സ് കൺട്രി എന്നാണ് ഓസ്ട്രേലിയ അറിയപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു 5-8 ഫീമെയിൽ സ്റ്റാഫ്, അവർ ആഫ്റ്റർ ഡ്യൂട്ടി അവർ കഴിഞ്ഞിട്ട് ഓടാൻ അല്ലെങ്കിൽ നെറ്റ് ബോൾ
ഫൂട്ടി ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നത് അവർ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ എന്താ സ്ഥിതി? നമ്മുടെ നാട്ടിൽ ബോയ്സ് തന്നെ ആകെ പോകുന്നത് ജിമ്മിലല്ലേ പോകുള്ളൂ, വേറെ എവിടെ പോകും എനിക്ക് തോന്നുന്നില്ല. കളിക്കാൻ പോട്ടോ, ഫുട്ബോൾ കളിക്കാൻ പിള്ളേരൊക്കെ ഞാനൊരു ഏജ് കഴിഞ്ഞിട്ട് 18-19 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നേരെ പോവാണ് നമ്മൾ ഒരു ഷോപ്പിംഗ് സെൻറ്ററിലായിട്ടാണ് പോകുന്നത്. മെയിനായിട്ടുള്ള ഇവിടെ കോൾസ് എന്ന് പറയുന്ന Kmart എന്ന് പറയുന്ന ഷോപ്പാണ്. കോൾസ് നമ്മുടെ ഗ്രോസറീസും കാര്യങ്ങളെല്ലാം അവിടെ ഉള്ളൊരു ഷോപ്പാണ്. Kmart എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുള്ള സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ ഡ്രസ്സുകളും വീട്ടിലാവശ്യമായിട്ടുള്ള കറി സാധനങ്ങൾ വാങ്ങാനുള്ള പച്ചക്കറികളല്ല പറയുന്നത്, നമ്മുടെ പോട്ട്സും കാര്യങ്ങളൊക്കെ, വെസൽസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചെറിയ ഇത് കണ്ടോ, Kmart എഴുതി അടിച്ചിരിക്കുന്നത് കണ്ടോ. കാർ പാർക്കിംഗ് ഉണ്ട്, ഇവിടെ തന്നെ പെട്രോൾ സ്റ്റേഷനുണ്ട്, അതിൻ്റെ അപ്പുറത്താണ് കോൾസ് എന്ന് പറയുന്നത്. യെസ്, പോവാണ് ഇങ്ങനെ. Kmart സൂം ചെയ്തു നോക്കി നോക്കാം. അതിൻ്റെ എല്ലായിടത്തും ഓസ്ട്രേലിയയിലുള്ള എല്ലായിടത്തും കാണാൻ പറ്റി കോൾസ്, Kmart. പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തോടെ പോകുന്നുണ്ട്, അപ്പോൾ കാണിക്കാം. നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് ആയിട്ട് ഇവിടെ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ജോബി ഓടുന്നുണ്ട്, ഓടി മുന്നോട്ടുണ്ട്. അവിടുത്തെ പിള്ളേരൊക്കെ ഉണ്ടോ, സൂപ്പറാണ്, ആക്റ്റീവാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറുമ്പോൾ ഒരുപാട് ഷോപ്പുകളൊക്കെ നമുക്ക് സൺഡേ ഒക്കെ നാട്ടിലൊക്കെ തുറന്ന് കിടക്കില്ല, ഇവിടെയൊക്കെ ഓഫാണ്. ഇവിടെ ഉള്ളവർക്ക് സൺഡേ കച്ചവടം കൂടുതലുണ്ടോ കുറവുണ്ടോ ഒന്നുമല്ല, ഇവിടെ ഞങ്ങൾക്ക് വീക്കെൻഡ് എന്ന് പറയുന്നത് ഓഫായിരിക്കണം. അതുകൊണ്ട് എല്ലാ ഷോപ്പുകളും ക്ലോസാണ്. ഈ അധികം ഷോപ്പുകളൊക്കെ ക്ലോസാണ് ഇവിടെ, വളരെ വിരളമായ ഷോപ്സ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. പിന്നെ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ആരും ഉണ്ടാവില്ല. ആ സൈഡ് കോൾസും ഈ സൈഡിൽ Kmart ആണ്. Kmartൻ്റെ ഉള്ളിൽ കണ്ടോ കേട്ടോ, അടിപൊളിയല്ലേ Kmartൻ്റെ ഉള്ളിൽ കാണാൻ, സൂപ്പറാണ്. വീടിൻ്റെ ഉള്ളിലൊക്കെ ഭംഗി കൂട്ടാൻ വയ്ക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഉണ്ട്, ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഡ്രസ്സ്, പാത്രം, എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. വാട്ടർ ബോട്ടിലൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കോൾസിൽ ഉള്ള സ്ഥലമാണ്. കോൾസിൽ വെജിറ്റബിൾസ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പ്രൈസ് കണ്ടോ, $350 $450 എന്നൊക്കെ പറഞ്ഞ ഡോളേഴ്സാണ്. $4 ആണുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇന്ത്യൻ ഷോപ്സിൻ്റെ ഒരു ഏരിയയും കൂടെ ഇവിടെ ഉണ്ട്. കണ്ടോ, ഇതാണ് ഏഷ്യൻ ഏരിയ. നമ്മൾ ശരിക്കും റീജിയണൽ ടൗണിൽ ഇതൊക്കെ ഉണ്ടാകുമെന്ന്, കാരണം ഇന്ത്യൻസ് എവിടെ പോയാലുണ്ടല്ലോ, അവിടെ മൊത്തം ഉണ്ട്. നേരെ നമ്മളിവിടെ ഇറങ്ങി നമ്മൾ ഇത് കണ്ടോ, വൂൾസ്വർത്തിലായിട്ടാണ് നമ്മൾ പോകുന്നത്. വൂൾസ്വർത്ത് എന്ന് പറയുന്നത് അടുത്തൊരു ടൗണാണ്, അടുത്തൊരു ഇതാണ്, ഷോപ്പാണ്. അപ്പം ഇവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും പോട്ട്പറയിൽ അവൈലബിൾ ആണ്. ഈ പോട്ട്പറി എന്നല്ല, റീജിയണൽ ടൗണിലുള്ള എല്ലാ സ്ഥലത്തും, റൂറലല്ല, റീജിയണൽ ടൗണിലുള്ള എല്ലാ സ്ഥലത്തും ഈ പറയുന്ന Kmartഉം വൂൾസ്വർത്തും കോൾസും ആൽഡിയും ഒക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങളാരും പേടിക്കേണ്ട, എക്സ്പെഷ്യലി പോട്ട്പറിയിലോട്ട് വരാൻ ആരും ബുദ്ധിമുട്ടണ്ട, വലിയ റിസ്ക് ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പം അടുത്ത വീഡിയോ വരെ ബൈ. ദയവ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഒരു ജിമ്മുണ്ട് കേട്ടോ, ജിമ്മിൻ്റെ സെറ്റ് ജിമ്മാണ് ഇവിടെ, 3-4 ജിമ്മാണ് ഇവിടെ ഉള്ളത്, ചെറിയ റീജിയണൽ ടൗൺ ആണെങ്കിലും. അപ്പോൾ ബൈ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.